എടാ ഈ ചിക്കൻ നക്കിയതിനൊക്കെ ആരെങ്കിലും അവാർഡ് കൊടുക്കുമോ എന്ന് പറഞ്ഞ് കരഞ്ഞ കുറേ അവന്മാരുണ്ട്. അവന്മാരുടെ അണ്ണാക്കിലേക്ക് ഒരെണ്ണം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അധികം വൈകാതെ ഒരെണ്ണം കൂടി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പേര് നാഷണൽ ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ടർ എന്നാണ്. അതും അങ്ങേരുടെ കയ്യിൽ തന്നെ പോയി ചേരും. കാര്യം അങ്ങേർക്കല്ലാതെ വേറെ ആർക്ക്? ഈ വിമർശിക്കുന്നവരും ട്രോളുന്നവരും അതും കൂടി പറയണം. വേറെ ആർക്ക് കൊടുക്കുമെന്നും കൂടി കമന്റ് ബോക്സിൽ ഇടണം. ഒരുപാട് പോസ്റ്റുകളും ഒരുപാട് വിമർശനങ്ങളും കണ്ടു, പക്ഷേ ഇതാരും പറഞ്ഞതായിട്ട് കണ്ടിട്ടില്ല. സോ അങ്ങേരുടെ കയ്യിലേക്ക് തന്നെ പോയി ചേർന്നിട്ടുണ്ട്. 14ാമത്തെ ബെസ്റ്റ് ആക്ടർ ഫോർ ഫിലിം ഫെയർ അവാർഡാണ്. അത് കിട്ടി. അത് കണ്ട് ഉരുപൊട്ടി സങ്കടപ്പെട്ടിരിക്കുന്നവരോടും അത് കണ്ട് സന്തോഷിക്കുന്നവരോടും അവർക്ക് വേണ്ടി അങ്ങേര് തന്നെ അത് സമർപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോയും സമർപ്പിക്കുന്നു. പിന്നെ മോളിവുഡിൽ ഏറ്റവും കൂടുതൽ ഫിലിം ഫെയർ അവാർഡ് കിട്ടിയേക്കുന്നത് ആർക്കാണ്? ടോപ്പ് 5 കാറ്റഗറി നോക്കുകയാണെങ്കിൽ അതിൽ മമ്മൂക്ക തന്നെയാണ് ഓഫ് കോഴ്സ് മുമ്പിൽ നിൽക്കുന്നത്. 14 എണ്ണം കിട്ടിയിട്ടുണ്ട് ബെസ്റ്റ് ആക്ടർ കാറ്റഗറിയിൽ. ടോട്ടൽ 15 എണ്ണം ഉണ്ട് പുള്ളിക്ക്. ഈ കറുത്ത പക്ഷികൾ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് 2006 പുള്ളിക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടുമ്പോൾ ആ വർഷം തന്നെ ഒരു ഹോണററി അവാർഡിനും കൂടി ഫിലിം ഫെയർ കൊടുത്തായിരുന്നു. അങ്ങനെ 15 എണ്ണം ഉണ്ട്. 14 എണ്ണം ബെസ്റ്റ് ആക്ടർ കാറ്റഗറിയിൽ. നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാക്കി 4 പേര് ആരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഫിലിം ഫെയർ വാങ്ങിച്ചേക്കുന്നത് മോളിവുഡിൽ നിന്ന്. പിന്നെ മമ്മൂക്കയ്ക്ക് 14 എണ്ണം ബെസ്റ്റ് ആക്ടറിന് ഏതൊക്കെ സിനിമയ്ക്ക് ഏതൊക്കെ വർഷമാണ് കിട്ടിയത്. പിന്നെ വേറൊരു സംഭവം കൂടിയുണ്ട്. നാഷണൽ ഫിലിം അവാർഡ് ഇത്തവണ അത് അങ്ങേര് തന്നെ തൂക്കും. ചാത്തൻ്റെ കയ്യിലേക്ക് പോയി ഇരിക്കും. അതെന്തുകൊണ്ടാണ്? അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. അതും കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ? സോ പോകാല്ലേ. ഹലോ സിനിഫയൽസ്, വെൽക്കം ടു ടച്ച് മൈ ലൈഫ്. സോ ടോപ്പ് 5 2ാം സ്ഥാനത്ത് മമ്മൂക്ക കഴിഞ്ഞാൽ ആര്? നമുക്കറിയാം, ഓഫ് കോഴ്സ് ലാലേട്ടനാണ്. 8 അവാർഡ് ഫിലിം ഫെയർ ഫോർ ബെസ്റ്റ് ആക്ടർ പുള്ളിക്കാരന് കിട്ടിയിട്ടുണ്ട്. ഇനി 3ാം സ്ഥാനത്ത് മധുസാറാണ്, പുള്ളിക്ക് 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. 4ാം സ്ഥാനത്ത് ജയറാമേട്ടനാണ്, പുള്ളിക്കും 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. 5ാം സ്ഥാനത്ത് നമ്മുടെ ഫഹദ് ഫാസിലാണ്, പുള്ളിക്കും കിട്ടിയിട്ടുണ്ട് 3 എണ്ണം. സോ ഇവർക്ക് 3 പേർക്കും 3 അവാർഡ് വീതം കിട്ടിയേക്കുന്നതുകൊണ്ട് ഈ പൊസിഷൻ പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. പിന്നെ ഇത് കിട്ടിയേക്കുന്ന ഇയർ വൈസ് ആദ്യം ആരാണോ ഇത് അച്ചീവ് ചെയ്തത് അത് അടിസ്ഥാനത്തിലാണ് നമ്മൾ പറഞ്ഞതെന്ന് അങ്ങോട്ട് കൂട്ടിയേക്കുക. ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ വന്ന് കമൻറ്റ് ചെയ്യും, 3 എണ്ണം വെച്ച് കിട്ടിയിട്ടുണ്ടല്ലോ 3 പേർക്ക്, പിന്നെ എന്തിനാ ഈ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് പറയുന്നത്? സോ ഇനി രണ്ടാമത്തെ കാര്യം ഏതായിരുന്നു? മമ്മൂക്കയ്ക്ക് ഏതൊക്കെ സിനിമയ്ക്ക് ഏതൊക്കെ വർഷമാണ് ഈ 14 ഫിലിം ഫെയർ അവാർഡ് കിട്ടിയേക്കുന്നത്? അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, ഫിലിം ഫെയറിനെ കുറിച്ച് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, ഞാനൊന്ന് പറയാണ്, കൊല്ലരുത്, പറയുവാണ്. കാര്യം മമ്മൂക്ക ഇനി അങ്ങോട്ട് ഈ ഫിലിം ഫെയർ അവാർഡ് വാങ്ങുന്ന പരിപാടി അങ്ങ് നിർത്തണം. പുള്ളി കമലഹാസൻ ചെയ്ത പോലെ ഫിലിം ഫെയറിന് കത്തയക്കണം, എന്നെ ഇനി അവാർഡിന് പരിഗണിക്കരുത്. ഒരുപാട് പുതിയ തലമുറയിലുള്ള ആക്ടേഴ്സ് വളർന്നു വരുന്നുണ്ട്, അവർക്കൊരു പ്രോത്സാഹനമാകട്ടെ, അവർക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞൊരു കത്തയച്ച് പുള്ളി മാറി നിൽക്കണം. കാര്യം ഇനി തുടർന്നുള്ള വർഷങ്ങളിലും പുള്ളി നോമിനേഷനിൽ വരികയാണെങ്കിൽ പുള്ളിക്ക് കൊടുക്കാതെ വേറെ ആർക്ക് കൊടുക്കാൻ പറ്റൂടെ മോളിവുഡിൽ? കാര്യം ആ രീതിയിലാണ് പുള്ളി ആക്ടിങ് വൈസ് ഇപ്പോൾ ഓരോ സിനിമകൾ ചെയ്തു പോകുന്നത്. പുള്ളിയുടെ കയ്യിലേക്ക് തന്നെ കൊടുക്കേണ്ടി വരും. സോ മാറിക്കൊടുക്കേണ്ട സമയമായി എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായം മാത്രമാണ് കേട്ടോ, നിങ്ങളുടെ അഭിപ്രായം അതല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ. പിന്നെ ലാലേട്ടനെ സംബന്ധിച്ച്, ലാലേട്ടനും മമ്മൂക്കയുടെ ഒപ്പമോ മമ്മൂക്കയേക്കാൾ 1-2 നമ്പേഴ്സ് കുറവോ 1-2 നമ്പേഴ്സ് കൂടുതലോ ആ ലെവലിൽ നിൽക്കേണ്ട ആളാണ് ലാലേട്ടൻ. ആ ലാലേട്ടന് 8 ഫിലിം ഫെയർ അവാർഡേ കിട്ടിയിട്ടുള്ളൂ. സോ ലാലേട്ടൻ ഒരുപാട് തവണ ഫിലിം ഫെയറിൽ തഴയപ്പെട്ടിട്ടുണ്ട്. ഇനി ദിലീപ് ഏട്ടൻ, അങ്ങേർക്ക് ഒരു അവാർഡാണ് കിട്ടിയേക്കുന്നത് ഫിലിം ഫെയർ. മീശ മാധവന് കിട്ടിയതാണ്. അങ്ങേരും നല്ല രീതിയിൽ തഴയപ്പെട്ടിട്ടുള്ളതായിട്ട് തോന്നുന്നു. സോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. ഇനി മമ്മൂക്കയ്ക്ക് 14 ഫിലിം ഫെയർ ഫോർ ബെസ്റ്റ് ആക്ടർ അവാർഡ് ഏതൊക്കെ സിനിമയ്ക്ക് ഏതൊക്കെ വർഷമാണ് കിട്ടിയേക്കുന്നത് ഒന്ന് നോക്കിയാലോ. മമ്മൂക്ക കഴിഞ്ഞ 5 ദശാബ്ദങ്ങളായിട്ട് ഫിലിം ഫെയർ അവാർഡ് ഇങ്ങനെ വാങ്ങിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ 14 ബെസ്റ്റ് ആക്ടറിൻ്റെ അവാർഡും കൃത്യമായിട്ട് സിനിമയുടെ പേര് ഇറങ്ങിയ വർഷമൊന്നും എനിക്ക് കാണാതെ അറിയത്തില്ല. അവിടെ ഇങ്ങനെ നോക്കി പറയും കേട്ടോ, അതൊന്ന് ക്ഷമിച്ചേക്കണം. പുള്ളിക്ക് ആദ്യമായിട്ട് ഫിലിം ഫെയർ അവാർഡ് കിട്ടുന്നത് 1984 IV ശശി മമ്മൂക്ക ഒരു ഹെവി കോംബോയാണ്. ആ കോംബോയിൽ പിറന്ന അടിയൊഴുക്കുകൾ എന്ന് പറഞ്ഞ സിനിമയാണ്. അതിനകത്ത് ലാലേട്ടനും റഹ്മാനും ഒക്കെ പ്രധാന വേഷം ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ മസ്റ്റായിട്ടൊന്ന് കണ്ടു നോക്കണം. ഒരു കൾട്ട് പടമാണ്. രണ്ടാമത്തെ കിട്ടിയത് 1985 യാത്ര എന്ന് പറയുന്ന മറ്റൊരു എവർഗ്രീൻ പടം, മമ്മൂക്ക ശോഭന കോംബോയിൽ വന്ന പടം. മൂന്നാമത്തെ അവാർഡ് കിട്ടുന്നത് 1990 മമ്മൂക്ക ആസ് വൈക്കം മുഹമ്മദ് ബഷീർ മതിലുകൾ, ഡയറക്റ്റഡ് ബൈ അടൂർ ഗോപാലകൃഷ്ണൻ. അതൊരു ഹെവി പടമാണ്, നാഷണൽ അവാർഡ് കിട്ടിയ പടമാണ്. ആ സിനിമയിലെ പെർഫോമൻസ് നമുക്കറിയാം, ഇന്ത്യൻ സിനിമയിൽ ഒരു 25 ടോപ്പ് പെർഫോമൻസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു പെർഫോമൻസ് ആണ് മതിലുകളിലെ നമ്മുടെ മമ്മൂക്കയുടെ കിടിലം പെർഫോമൻസ്. ഇനി നാലാമതായിട്ട് പുള്ളിക്ക് അവാർഡ് കിട്ടുന്നത് 1991 ഭരതൻ ലോഹിതദാസ് കോംബോയിൽ വന്ന അമരം എന്ന് പറയുന്ന സിനിമയാണ്. അത് റിലീസ് ചെയ്ത് നാണം കെടുത്തി. അതെന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇനി അഞ്ചാമതായിട്ട് അവാർഡ് കിട്ടിയത് 1997 ലോഹിതദാസ് എഴുതി പുള്ളി ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്ത പടം ഭൂതക്കണ്ണാടി. അതും ഒരു കിടിലം പടമാണ്. ആറാമതായിട്ട് പുള്ളിക്ക് അവാർഡ് കിട്ടുന്നത് 2000 എഗെയിൻ റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ലോഹിതദാസ്, അരയന്നങ്ങളുടെ വീടെന്നാണ് സിനിമയുടെ പേര്. ഇനി ഏഴാമത്തെ അവാർഡ് 2004 ബ്ലസ്സി എന്ന് പറയുന്ന പുതുമുഖ സംവിധായകൻ, അന്ന് പുതുമുഖമായിരുന്നു, പുള്ളിയുടെ ഫസ്റ്റ് പടമാണ് കാഴ്ച. അതൊക്കെ ഇന്നും മലയാളികളുടെ മനസ്സിലൊരു വിങ്ങലാണ് അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ. ഞാൻ ആ സിനിമ ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ സ്കൂളിൽ പ്രൊജക്ടർ വെച്ച് കാണിച്ചപ്പോഴാണ്. അന്നിങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, വർഷത്തിലൊരു സിനിമ പ്രൊജക്ടറൊക്കെ വെച്ച് നമ്മളെ കാണിക്കും. അതൊരു അടിപൊളി പരിപാടിയായിരുന്നു. ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക.
പിന്നെ 8ാമതായിട്ട് പുള്ളിക്ക് അവാർഡ് കിട്ടിയത് 2006 കമലിൻ്റെ ഡയറക്ഷനിൽ വന്ന കറുത്ത പക്ഷികൾ എന്ന് പറഞ്ഞ സിനിമയാണ്. തേപ്പുകാരൻ മുരുകൻ ഓർക്കുന്നുണ്ടോ? ആ വർഷം തന്നെ പുള്ളിക്ക് ഒരു ഹോണററി അവാർഡും കിട്ടി. അങ്ങനെ ടോട്ടൽ 15 ഫിലിം ഫെയർ അവാർഡ്, 14 ബെസ്റ്റ് ആക്ടർ അവാർഡ്. ഇനി 2009 രഞ്ജിത്ത് മമ്മൂക്ക ഒരു ഹെവി കോംബോ ആയിരുന്നു. ആ കോംബോയിൽ വന്ന പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിൻ്റെ കടമ അടിച്ച് തെളിക്ക് എന്നൊക്കെ പറഞ്ഞ് പുള്ളി ആ പാടത്ത് നിൽക്കുന്ന അഹമ്മദ് ഹാജിയായിട്ടുള്ള സീനൊക്കെ ഓർക്കുന്നുണ്ടോ? ചുമ്മാ തീ സാധനമായിരുന്നു. ആ വർഷം തന്നെ മമ്മൂക്കയ്ക്ക് എനിക്ക് തോന്നുന്നു പഴശ്ശിരാജ, കുട്ടി സ്രാങ്ക്, ലൗഡ് സ്പീക്കർ, അങ്ങനെ ഒരുപാട് പടമുണ്ട്, ചട്ടമ്പിനാട്. അപ്പോൾ എന്തായാലും ആ വർഷം പുള്ളിക്ക് കൊടുത്തേ പറ്റൂ. കിട്ടിയത് പാലേരി മാണിക്യത്തിലാണ്. ഇനി 2010 എഗെയിൻ മമ്മൂക്ക രഞ്ജിത്ത് കോംബോയിൽ വന്ന പ്രാഞ്ചിയേട്ടൻ, മലയാളികളുടെ വൺ ഓഫ് ദി ഫേവറേറ്റ് സിനിമ. പുള്ളിക്ക് 11ാമത്തെ അവാർഡ് കിട്ടുന്നത് 2014 രഞ്ജിത്ത് ശങ്കർ ഡയറക്ട് ചെയ്ത വർഷം എന്ന് പറയുന്ന സിനിമയിലാണ്. ആ സിനിമയിൽ പുള്ളിക്കാരൻ്റെ മകൻ മരിക്കുമ്പോൾ, അതായത് മമ്മൂക്കയുടെ ക്യാരക്ടറിൻ്റെ മകൻ മരിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയാണ്. അതൊക്കെ നമ്മുടെ മനസ്സിൽ ഭയങ്കര വിങ്ങലുണ്ടാക്കുന്ന, പുള്ളി കരഞ്ഞറിയല്ല, മലയാളി കരയും, സ്വാഭാവികം. 12ാമത്തെ അവാർഡ് പുള്ളിക്ക് കിട്ടിയേക്കുന്നത് 2015 റിലീസായ പത്തേമാരി എന്ന് പറയുന്ന സിനിമയിലൂടെയാണ്. ആ സിനിമ നമുക്കറിയാം ഒരു ക്ലാസ് പടമാണ്, ഒരു ആർട്ട് പടമാണ്. ആർട്ട് പടമാണെങ്കിലും അത് കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയിരുന്നു. മമ്മൂക്കയ്ക്ക് മാത്രം കൂടുതലായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ് ഈ ആർട്ട് പടങ്ങളെ കൊമേഴ്ഷ്യലി വിജയിപ്പിക്കുക എന്ന് പറയുന്നത്. അത് ബാക്കിയുള്ളവർക്ക് പറ്റും, പക്ഷേ മമ്മൂക്കയ്ക്ക് അത് ചുമ്മാ ടേക്ക് ബാക്ക് പരിപാടിയാണ്. പുള്ളി അത് കുറേ തവണ ചെയ്തിട്ടുണ്ട്. ഇനി 13ാമത്തെ അവാർഡ് പുള്ളിക്ക് കിട്ടിയത് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ നൻപകൽ നേരത്ത് മയക്കം. തിയേറ്ററിൽ ആളുകൾ വരെ ഉറക്കിയെങ്കിലും അവാർഡിൽ ഉറക്കിയില്ല, തൂത്തുവാരിയായിരുന്നു. 14ാമത്തെ അവാർഡ് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, 2024 റിലീസായ ഭ്രമയുഗം കൊടുമൺ പൊറ്റി അഥവാ ചാത്തൻ. സോ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളൊരു കാര്യം ഓർക്കുക, കൊടുമൺ പോറ്റിക്ക് മേലി വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും പെർഫോമൻസ് നിങ്ങൾ ഈ അടുത്തെങ്ങാനും കണ്ടിട്ടുണ്ട്? ഈ കഴിഞ്ഞ 10 വർഷത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അത് ഒരു സംശയവുമില്ല, ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നാഷണൽ അവാർഡ് പുള്ളിക്ക് ഇത്തവണ കിട്ടുമെന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, നാഷണൽ അവാർഡിൻ്റെ ക്രൈറ്റീരിയ എന്താണ്? ഈ വർഷം 72ാമത്തെ നാഷണൽ അവാർഡാണ് കൊടുക്കാൻ പോകുന്നത്. അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ 2014 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ ഇതിൻ്റെ ഇടയ്ക്ക് റിലീസായ സിനിമകളാണ് നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ചാത്തന് മേലി വെക്കാൻ പറ്റുന്ന ഒരു പെർഫോമൻസും ഇന്ത്യൻ സിനിമയിൽ ഇല്ലടേ. അതുകൊണ്ട് തന്നെ ഇത് അങ്ങേരുടെ കയ്യിലേക്ക് പോയി ചേരണം. അങ്ങനെയാണ് സംഭവിക്കേണ്ടത്. പിന്നെ പൊളിറ്റിക്സ് വൈസ് നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ പുള്ളിക്ക് പത്മഭൂഷൺ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് കൊടുത്തത്, ഈ സർക്കാർ തന്നെയാണ് കൊടുത്തത്. അപ്പോൾ പൊളിറ്റിക്സ് വൈസ് കിട്ടാതിരിക്കും എന്നുള്ളൊരു കാര്യം ഈ വർഷം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അങ്ങേരുടെ കയ്യിലേക്ക് തന്നെ പോയി ചേരട്ടെ. കൊടുമൺ പോറ്റി, ഭ്രമയുഗം നമുക്ക് എന്നും അഭിമാനിക്കാം. കാര്യം മലയാളത്തിലെ ഒരു നടനെ, പ്രത്യേകിച്ച് മമ്മൂക്കയെ പോലൊരു നടനെ അത് തൊട്ട് നോക്കത്തുള്ളൂ. ഇന്ത്യയിൽ മറ്റൊരു സീനിയർ താരവും ഇത് റിജക്റ്റ് ചെയ്യും, നോ പറഞ്ഞു വിടും. കാര്യം 3 പേരേ ഉള്ളൂ, ഒരൊറ്റ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. മമ്മൂക്ക കരിയറിലെടുത്ത വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ചലഞ്ച് എന്ന് തന്നെ ഈ സിനിമയെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. സോ ഭ്രമയുഗം നാഷണൽ അവാർഡ് തൂക്കുമോ? ചാത്തൻ്റെ കയ്യിലേക്ക് അതും പോയി ചേരുമോ? കുറേ കാര്യങ്ങൾ വന്ന് ചേർന്നിട്ടുണ്ട്. അതും ചേർന്നാൽ സന്തോഷം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ ഞാൻ പറഞ്ഞു, ഭ്രമയുഗം ഡിസർവ് ചെയ്യുന്നില്ല. ചിക്കൻ കടിച്ചതിന്, അല്ലെ ചിക്കൻ നക്കിയതിനൊക്കെ അവാർഡ് കൊടുക്കുമോ എന്ന് ചോദിച്ച് നടക്കുന്ന കുറേ ടീമുണ്ട്. ഇവന്മാർ ആരെന്ത് നക്കിയതിന് അവാർഡ് കൊടുക്കണം എന്നുകൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. സോ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അത് ഞാൻ പറഞ്ഞായിരുന്നു. ഒന്നുകൂടി പറയാം. ബൈ.